Okay, dear students, നമ്മൾ മൊഡ്യൂൾ 2-ൻ്റെ റിവിഷൻ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ ഡിസൈൻ സ്ട്രെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. സോ ഡിസൈൻ സ്ട്രെങ്ത് വിൽ ബി ഈക്വൽ ടു ദ ലോവസ്റ്റ് ഓഫ് 3 വാല്യൂസ്. ഇപ്പോൾ ഏതൊക്കെ വാല്യൂസാണ്? ഈ വാല്യൂസ് പേജ് 32, 33, 34 ഈ 3 പേജസിലായിട്ട് നിങ്ങൾക്ക് ഓരോ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഡിസൈൻ സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ദി ലോവസ്റ്റ് ഓഫ് 3 വാല്യൂസ്. അതിൽ ഫസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിങ്. ഓക്കെ, സെക്കൻഡ് ഇസ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. റപ്ചറിന് തന്നെ പ്ലേറ്റിന് ഒരു ഇക്വേഷൻ, ദെൻ ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഇക്വേഷൻ ആയിരിക്കും. ദെൻ തേർഡ് ഇസ് ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. സോ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ബ്ലോക്ക് ഷിയർ ആണെങ്കിൽ അവിടെ ഷിയറും ടെൻഷനും രണ്ട് സംഭവങ്ങളുണ്ടാകും. ആൻഡ് ഈ ഷിയറിൻ്റെയും ടെൻഷൻ്റെയും നെറ്റ് ഏരിയ ഡ്യൂ ടു ഷിയർ ആൻഡ് ഗ്രോസ് ഏരിയ ഡ്യൂ ടു ഷിയർ, അതുപോലെ നെറ്റ് ഏരിയ ഡ്യൂ ടു ടെൻഷൻ ആൻഡ് ഗ്രോസ് ഏരിയ ഡ്യൂ ടു ടെൻഷൻ. ഇങ്ങനെ ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ അവിടെ നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ബോൾട്ടിൻ്റെ ഡയമീറ്റർ ഓഫ് ഹോൾ മൈനസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് വെൽഡഡ് കണക്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ വെൽഡ് കണക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ നെറ്റ് ഏരിയ എടുക്കുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ബോൾട്ടിനെയും വെൽഡിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഡിറ്റർമൈൻ ദി ടെൻസൈൽ സ്ട്രെസ് ഓഫ് എ റൂഫ് ട്രസ് ഡയഗണൽ. അപ്പോൾ ഇങ്ങനെ റൂഫ് ട്രസ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങളിത് 5th മൊഡ്യൂളിലെ പ്രോബ്ലം ആണെന്നൊന്നും വിചാരിക്കരുത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ഡിറ്റർമൈൻ ദി ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ടെൻഷൻ മെമ്പർ മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, determine the tensile strength of a roof truss diagonal 100 by 75 by 6 connected to a gusset plate by 4 mm weld as shown in figure. So weldന്റെ സൈസ് തന്നിട്ടുണ്ട് 4 mm. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ പറയുന്നുണ്ട് 140 ആണ് ലെങ്ത് ഓഫ് വെൽഡ് ടോപ്പ് പോർഷൻ ആൻഡ് ബോട്ടത്തിൽ 310. ഓക്കെ, ദെൻ ഇതിൻ്റെ സൈസ് വന്നിട്ടുണ്ട് 100 by 75 by 6 ആണ് ആംഗിൾ സെക്ഷൻ്റെ സൈസ്. സോ ഗിവൺ ഡേറ്റാസ് ഒക്കെ എഴുതുക. ISA 100 by 75 by 6. ദെൻ FY FU ലെങ്ത് ഓഫ് വെൽഡ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് കിട്ടി. അതായത് ടോപ്പിലെയും ബോട്ടത്തിലെയും ആഡ് ചെയ്തിട്ട് 140 + 310. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോൾട്ടഡ് കണക്ഷൻസിൽ ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡ്യൂ ടു ഈൽഡിങ്. അപ്പോൾ ഈൽഡിങ്ങിൻ്റെ കണ്ടുപിടിക്കുക. സോ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിങ് ഇസ് ഈക്വൽ ടു TDG ഇസ് ഈക്വൽ ടു AGFY by gamma m0. AG കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്ലേറ്റ് സെക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ചെയ്താൽ മതി. ഓക്കെ, അതേസമയത്ത് ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? SP6-ൽ AG ഗ്രോസ് ഏരിയ തന്നിട്ടുണ്ടാവും. സോ SP6-ൽ AGയുടെ വാല്യൂ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. ശ്രദ്ധിക്കണം, സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. അതിനെ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mm² കൺവേർട്ട് ആകും. ഓക്കെ, സോ അങ്ങനെ TDG വാല്യൂ കിട്ടും. ഇനി അടുത്തത് എന്താ? സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ പ്ലേറ്റിനും ആംഗിളിനും ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ്. സോ ആംഗിൾ സെക്ഷൻ്റെ ഇക്വേഷനാണ് ഇത്. ഇതിൽ അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ANC, AG0, ബീറ്റ. ANC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു കണക്റ്റഡ് ലെഗിൻ്റെ നെറ്റ് ഏരിയ അല്ലേ? ഇപ്പോൾ കണക്റ്റഡ് ലെഗിൻ്റെ നെറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വെൽഡഡ് ഈ പോർഷനിലുമാണ് വെൽഡ് ഉള്ളത്. അല്ലാതെ ബോൾട്ട് പോലെ ഈ ഒരു സ്ട്രെങ്ത്, അതായത് സ്ട്രെങ്ത് അല്ല, ഈ ഒരു പ്ലേറ്റിൻ്റെ ഇങ്ങനെ ഇടക്കൂടെ നമ്മൾ ഹോള് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെൽഡിൽ വരുമ്പോൾ എന്താ? ഓക്കെ, വെൽഡിൽ വരുമ്പോൾ നമ്മൾ ഈ ഡയമീറ്റർ ഒന്നും അകത്ത് മൈനസ് ചെയ്യേണ്ട. ആകെ തിക്നെസ് മാത്രം മൈനസ് ചെയ്താൽ മതി. അതായത് ഈ ടോട്ടലിൽ നിന്ന് തിക്നെസ്സിൻ്റെ ഹാഫ് മൈനസ് ചെയ്യുക. ഓക്കെ, T/2 മൈനസ് ചെയ്യുക. സോ ANC ഏരിയ ഓഫ് നെറ്റ് ഏരിയ ഓഫ് കണക്റ്റിംഗ് ലെഗ്. ANC എന്ന് വെച്ചാൽ എന്താ? ഈ ലെങ്ത് എത്രയായിരുന്നു? 100 അല്ലേ? 100 മൈനസ് തിക്നെസ് 6 ആയിരുന്നു. സോ 100 - 6/2 ഇൻറ്റു തിക്നെസ് 6. ഓക്കെ, അങ്ങനെയാണ് കിട്ടുക. ക്ലിയർ അല്ലേ? അതായത് 582 എന്ന് കിട്ടും. അതേപോലെ
GO, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ. ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ എന്തായിരുന്നു? 75 മൈനസ് ഇത് 75 ആണ്. സോ 75ൽ നിന്ന് തിക്നെസ് ബൈ 2, തിക്നെസ്സിൻ്റെ ഹാഫ് പോർഷൻ മൈനസ് ചെയ്യുക, എന്നിട്ട് തിക്നെസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പക്ഷേ ബോൾട്ടഡ് കണക്ഷനിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഇപ്പോൾ ഇവിടെ സപ്പോസ് ഒരു ബോൾട്ട് കാണും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടലിൽ നിന്ന് ഈ ബോൾട്ടിൻ്റെ ഡയമീറ്ററും കൂടെ മൈനസ് ചെയ്യും. തിക്നെസ്സിൻ്റെ ഹാഫ് മാത്രമല്ല, ഡയമീറ്ററും കൂടെ മൈനസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫറൻസ്. ഓക്കെ, സോ ANC കിട്ടി, AGO കിട്ടി. അപ്പോൾ വെൽഡഡ് കണക്ഷൻ ആയതുകൊണ്ട് ബോൾട്ട് ഹോളൊന്നും ഇല്ല. അടുത്തത് ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് W വേണം. ഓക്കെ, W എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡ് ലെഗിൻ്റെ വിഡ്ത്താണ് W. സോ ഔട്ട്സ്റ്റാൻഡ് ലെഗ് 75 ആണ്, ഈ വിഡ്ത്ത് 75 ആണ്. സോ W is equal to 75. ഓക്കെ, സോ W 75, തിക്നെസ് 6, FY തന്നിട്ടുണ്ട്. ഇനി BS എന്ന് വെച്ചാൽ ഷിയർ ലാഗ് വിഡ്ത്താണ് BS. അപ്പോൾ ഈ BS എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ഇപ്പോൾ ഇതായിരുന്നു ബോൾട്ടഡ് കണക്ഷൻ എങ്കിൽ ബോൾട്ടിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് അല്ലേ ഇവിടെ മൊത്തത്തിലുള്ള ലെങ്ത് നമ്മൾ എടുക്കുമായിരുന്നു. അതായത് ഇത് W ആണെങ്കിൽ W1, W + W1 മൈനസ് തിക്നെസ് ബൈ 2 ഇങ്ങനെ എടുക്കുമായിരുന്നു അല്ലേ. പക്ഷേ വെൽഡിൻ്റെ കേസിൽ ഇവിടെ വെൽഡാണ്. സോ വെൽഡ് എങ്ങനെയാണ് വരുന്നത്? വെൽഡ് ഇവിടെ ആയിരിക്കും അല്ലേ, എങ്ങനെയാണ് വരുന്നത്? ഗസറ്റ് പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വെൽഡ് വരുന്നത്. സോ നമ്മൾ ഈ W മാത്രം എടുത്താൽ മതി. BS എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? W. ഓക്കെ, സോ ഫോർ വെൽഡഡ് കണക്ഷൻ BS = W. ഇത് പേജ് 33ലും തന്നിട്ടുണ്ട്. സോ W 75 ആയതുകൊണ്ട് അതെടുക്കുക. ഇനി LC എന്ന ടേം നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ചെയ്തത്? ബോൾട്ടഡ് കണക്ഷനിൽ എങ്ങനെയാണ് ചെയ്തത്? ആദ്യത്തെ ബോൾട്ട് തുടങ്ങി ലാസ്റ്റ് ബോൾട്ട് വരെയുള്ള ലെങ്ത് ആയിരുന്നു LC. പക്ഷേ വെൽഡഡ് കണക്ഷനിൽ എന്താ? LC എന്ന് വെച്ചാൽ ആവറേജ് ലെങ്ത് ഓഫ് വെൽഡ്. ഓക്കെ, വെൽഡിൻ്റെ ആവറേജ് ലെങ്ത്, അതായത് ഇങ്ങനെയും വെൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെയും ഇങ്ങനെ, ഇപ്പോൾ ഇതൊരു പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിൻ്റെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് എടുക്കുക. സോ 140 + 310/2 ആവറേജ് എടുക്കുന്നതാണ് LC വാല്യൂ. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഗെയിൻ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക, വാല്യൂസൊക്കെ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇത് ലെസ് ദാൻ ഈ വാല്യൂ ആണോ നോക്കുക ബീറ്റ. ദെൻ TDN കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ റപ്ചർ കാരണമുള്ളത് കിട്ടി. ഇനി അടുത്തത് ബ്ലോക്ക് ഷിയർ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ബ്ലോക്ക് ഷിയറിൽ നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യുന്നത്? ഇങ്ങനെ ഹോള് മൈനസ് ചെയ്യും, അതുപോലെ ഇത് ഷിയർ പോർഷനായിട്ട് എടുക്കും, ഇത് ടെൻഷനായിട്ട് എടുക്കും അല്ലേ. പക്ഷേ വെൽഡിൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ടത്? വെൽഡ് ഇവിടെയാണ് വെൽഡ് ഉള്ളതല്ലേ, ഇവിടെയാണ് വെൽഡ്. ഓക്കെ, സോ ഇവിടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ATG എന്ന് വെച്ചാൽ ATN തന്നെ, അതായത് നെറ്റ് ഏരിയയും ഗ്രോസ് ഏരിയ ഒക്കെ സെയിം ആണ്. കാരണം ഇവിടെ ബോൾട്ട് ഹോൾ ഒന്നുമില്ല. സോ നെറ്റ് ഏരിയ ആൻഡ് അത് ശ്രദ്ധിക്കുക, നെറ്റ് ഏരിയ ആൻഡ് ആവറേജ്. ഓക്കെ, നെറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഏരിയ. നെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ഗ്രോസ് ഏരിയ. ഓക്കെ, സോ ATG. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ? അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും? അപ്പോൾ എവിടെയാണോ വെൽഡുള്ള വെൽഡ് ഈ തുടങ്ങുന്ന ഈ പോർഷനിൽ നിന്ന് ഇങ്ങനെയായിരിക്കും എടുക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതായത് ഇവിടെ മാത്രമായിരിക്കില്ല അല്ലേ, ഈ ഒരു പോർഷൻ മാത്രമല്ല, ഇങ്ങനെയാണ്, ഇത്രയും പോർഷൻസാണ് കട്ട് ചെയ്ത് പോകുന്നത്, ഇത്രയും പോർഷൻസ്. അങ്ങനെയാണ് ഫെയിൽ ഉണ്ടാകുന്നത്. സോ അതായത് ഇതായിരിക്കും ഒരു ബ്ലോക്ക്. അപ്പോൾ ഇതിൽ AVG, V എന്ന് വെച്ചാൽ ഷിയർ ഇങ്ങനെ പാരലലായിട്ടുള്ള സംഭവമായിരിക്കും. സോ പാരലലി എന്തൊക്കെ വരുന്നുണ്ട്? 140, 310 ഇൻറ്റു തിക്നെസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഗസറ്റ് പ്ലേറ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് നിങ്ങൾ വെൽഡിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഗസറ്റ് പ്ലേറ്റ് ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. സോ തിക്നെസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഏരിയ.
അപ്പോൾ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ആംഗിൾ സെക്ഷൻ്റെ തിക്നെസ്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് തന്നിട്ടില്ലായിരുന്നു, പക്ഷേ ആംഗിൾ സെക്ഷൻ്റെ തിക്നെസ് 6 mm എന്ന് തന്നിട്ടുണ്ട്. സോ 6 mm ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ can provide it for gusset plate. So thickness of gusset plate is used in the calculation of area, and you can assume the gusset plate thickness as 8 mm. Okay, so from that 8 tg 8 tn നമുക്ക് tg എന്ന് വെച്ചാൽ ഈ വാല്യൂ ആയിരിക്കും, ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള. സോ അത് 100 ആണ്. 100 × 8 എന്ന് വെച്ചാൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ്. അതേപോലെ ഇവിടെ AVG എന്ന് വെച്ചാൽ ഈ രണ്ട് ലെങ്ത്തിൻ്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്യുക. 8 എന്താ? ഗസറ്റ് പ്ലേറ്റ് തിക്നെസ്. ഗസറ്റ് പ്ലേറ്റ് തിക്നെസ്. ഓക്കെ, സോ TDB1 കിട്ടും, TDB2 കിട്ടും. എന്നിട്ട് അതിൽ ലോവസ്റ്റ് വാല്യൂ എടുക്കുക. എന്നിട്ട് yielding, rupture, block shear, ഈ 3 വാല്യൂവിലും മിനിമം വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതാണ് വെൽഡിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി ഇത് എളുപ്പമാണ്. നിങ്ങൾ ആ ഓരോ വാല്യൂസ് എടുക്കേണ്ട. അപ്പോൾ 1-2 പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോൾട്ടിൻ്റെ ഒരു പ്രോബ്ലം, വെൽഡിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 പ്രോബ്ലം ചെയ്യാൻ അധികം ടൈം എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ 2 പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിസൈൻ സ്ട്രെങ്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കത് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്പീഡായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങളിത് വായിച്ച് പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഡിസൈൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി കൺഫ്യൂഷൻസ് വരും. കാരണം ഒത്തിരി വാല്യൂസ് ഉണ്ട് ഇതിൽ, ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട് അൺനോൺ ആയിട്ടുള്ളത്. ആ വാല്യൂസ് ഡയറക്റ്റ്ലി നമുക്ക് ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാലല്ല കിട്ടുക, അത് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു പോർഷനാണ് ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ്. ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ് ആക്ച്വലി ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ മൊഡ്യൂൾ 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ മൊഡ്യൂൾ 2ൻ്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത്തും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ രണ്ടിൻ്റെ ആക്ച്വലി ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ അതായത് മൊഡ്യൂൾ 1 പഠിച്ച കാര്യങ്ങളും മൊഡ്യൂൾ 2 ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ്. സോ നെക്സ്റ്റ് ഇസ് ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ്. ഇപ്പോൾ ടെൻഷൻ മെമ്പർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്സാണ് പറയാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫിഗർ ഒന്നും കാണില്ല, കാരണം ഇത് ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളാണ് ഡിസൈൻ ചെയ്തിട്ട് ആ ഫിഗർ വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഡിസൈൻ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഡിസൈൻ എ ഡബിൾ ആംഗിൾ ടെൻഷൻ മെമ്പർ കണക്റ്റഡ് ടു ഈച്ച് സൈഡ് ഓഫ് എ ഗസറ്റ് പ്ലേറ്റ് ടു ക്യാരി എ ഫാക്ടർഡ് ലോഡ് ഓഫ് 375 kN. യൂസ് 20 mm diameter bolt and assume shop fabrication. ഓക്കെ, സോ ഡിസൈൻ എ ഡബിൾ ആംഗിൾ. അപ്പോൾ 2 ആംഗിളുള്ള ടെൻഷൻ മെമ്പറാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ടു ഈച്ച് സൈഡ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്. അതായത് ഇതൊരു ഗസറ്റ് പ്ലേറ്റ് ആണെങ്കിൽ ഗസറ്റ് പ്ലേറ്റിൽ 2 സൈഡ് ഉണ്ടല്ലേ. അപ്പോൾ ഈച്ച് സൈഡ് അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഏത് രീതിയിൽ കൊടുത്താലും പ്രശ്നമില്ല. ഒന്നെങ്കിൽ ഈ ഒരു ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ കൊടുക്കാം. കാരണം ഓൺ എയ്തർ സൈഡ് എന്നാണ്, ഈച്ച് സൈഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇനി ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓൺ ദി സെയിം സൈഡ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇൻ കേസ് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയുന്നത് ഈച്ച് സൈഡ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റാണ്. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഓൺ സെയിം സൈഡ് ഓഫ് ഗസറ്റ് പ്ലേറ്റ് എന്നാണെങ്കിൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ സെയിം സൈഡിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സെയിം സൈഡ്. അപ്പോൾ ഡബിൾ ആംഗിൾ സെയിം സൈഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് കണക്ഷൻ വരേണ്ടത്. ഓക്കെ, ഇത് സെയിം സൈഡ് ഓഫ് ഗസറ്റ് പ്ലേറ്റ് ആണെങ്കിൽ. ഓക്കെ, ഈച്ച് സൈഡ് അല്ലെങ്കിൽ എയ്തർ സൈഡ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ് എന്നാണെങ്കിൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ 2 സൈഡിലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഈച്ച് സൈഡ് അല്ലെങ്കിൽ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചും കണക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ലോഡ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതായത് ഡിസൈൻ ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ടോട്ടൽ ആ ഒരു ടെൻഷൻ മെമ്പറിൽ വരുന്ന ലോഡും തന്നിട്ടുണ്ട്. ഫാക്ടേർഡ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 375 kN എന്ന് പറയുന്ന ലോഡ് ഇങ്ങനെ ഡബിൾ ആംഗിൾസ് ഉള്ള
ഈ രണ്ട് ആംഗിൾസ് എടുക്കണം അല്ലേ. ഈ ലോഡാണ് രണ്ട് ആംഗിൾസ് ഒരുമിച്ച് എടുക്കേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ടോട്ടൽ ഏരിയ, ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ ടോട്ടൽ ഏരിയ. ഓക്കെ, ടോട്ടൽ ഏരിയ എത്ര വേണം? നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇക്വേഷൻ ഫസ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ഏരിയ. നമുക്ക് ടോട്ടൽ എന്തോരം ഏരിയ ആണ് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷൻ TDG, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ TDG. ഓക്കെ, അതായത് ഗ്രോസ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഡ്യൂ ടു ഈൽഡിങ്. TDG വാല്യൂ എന്ത് കിട്ടും? AG FY ബൈ ഗാമ എം നോട്ട്. ഇല്ല, ഗാമ എം നോട്ട് എന്ന് പറഞ്ഞാൽ 1.1, FY എന്ന് വെച്ചാൽ 250. TDG, ഈ TDG എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് നമുക്ക് തൽക്കാലം ഫാക്ടേർഡ് വാല്യൂ ആയിട്ട് എടുക്കാം, ഫാക്ടേർഡ് ലോഡായിട്ട് എടുക്കാം. ഓക്കെ, സോ TDG, അസ്യൂം TDG ഈക്വൽ ടു 375 കിലോ ന്യൂട്ടൺ. നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേർഡ് ലോഡ് വാല്യൂ ആയിട്ട് TDG കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ, അതായത് ഈ രണ്ട് ആംഗിളിനും എടുക്കുന്ന ടോട്ടൽ ഏരിയ കിട്ടും, AG വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത് എന്താ? ഒരു ആംഗിളാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ടോട്ടൽ AG ആണ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് AG ഈക്വൽ ടു TDG ഗാമ എം നോട്ട് ബൈ FY. സോ AGക്ക് ഒരു വാല്യൂ കിട്ടും. ഇതെന്ന് വെച്ചാൽ രണ്ട് ആംഗിൾസും ഇതേയും കൂടെ ഒരുമിച്ചുള്ള ഏരിയ ആണ് ഈ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? 1650 ഡിവൈഡഡ് ബൈ 2, 825 mm². ഓക്കെ, 825 mm² ആയിരിക്കും ഒരു ആംഗിളിൻ്റെ വാല്യൂ. സോ ഒരു ആംഗിളിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഏരിയയിൽ ഈ 825 എന്ന വാല്യൂ നമുക്ക് എവിടെ നിന്ന്, ഓക്കെ, ഈ 825 കിട്ടുന്ന ഒരു സെക്ഷൻ നമ്മൾ SP6 നിന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, സോ പ്രൊവൈഡ് ISA. സോ ISA ആംഗിൾ സെക്ഷൻ ഇതാണ്. കാരണം അതിൻ്റെ ഈ 825യേക്കാളും കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ആണ്. അതായത് 825 mm² എന്ന് വെച്ചാൽ എന്തുവാ? 8.25 cm², അല്ലേ? 8.25 cm². അപ്പോൾ ഇതിനേക്കാളും വലിയൊരു ഗ്രേറ്റർ വാല്യൂ നമ്മൾ SP60 ടേബിളിൽ നിന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഡബിൾ ആംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എടുക്കുന്ന ലോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കാം. അപ്പോൾ ഒരു ആംഗിളിൽ വരുന്ന ഏരിയ എത്രയാണെന്ന് നോക്കുക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ സെക്ഷൻ ചൂസ് ചെയ്യുക സ്റ്റീൽ ടേബിളിൽ നിന്ന്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് എത്ര ബോൾട്ട് ഉണ്ടെന്ന് വേണം, അല്ലേ? എത്ര ബോൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ബോൾട്ട് ഉണ്ടെന്ന് നോക്കുക, ആ ഒരു മെമ്പറിൽ എത്ര ബോൾട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് നോക്കുക. അപ്പോൾ ബോൾട്ടഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യണം. ബോൾട്ടഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരുന്നു. അതായത് എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബോൾട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ബോൾട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ബോൾട്ട് എടുത്തു, എന്നിട്ട് അതിൻ്റെ ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? പേജ് 75 നിന്ന് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷനിൽ NN NS നമുക്ക് 1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് തോന്നും, ഷിയർ പ്ലെയിൻസ് എത്രയുണ്ട്? അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ ഇപ്പോൾ ഒരു ഷിയർ പ്ലെയിനും ഉണ്ട്, അതേപോലെ വേറൊരു ഷിയർ പ്ലെയിൻ ഉണ്ട്. അപ്പോൾ രണ്ട് ഷിയർ പ്ലെയിൻസ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ട് ഷിയർ പ്ലെയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ഷിയർ പ്ലെയിനിൽ കൂടെയാണ് നമ്മളിങ്ങനെ ബോൾട്ട് ഇടുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഷിയർ പ്ലെയിൻ മാത്രം എടുത്താൽ പോരാ, രണ്ട് ഷിയർ പ്ലെയിനും എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ NS ഈക്വൽ ടു 1 ആൻഡ് NN ഈക്വൽ ടു 1 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ NN ഈക്വൽ ടു 1, NS ഈക്വൽ ടു 1 ആൻഡ് AN എന്ന് വെച്ചാൽ എന്താ? 0.78 π/4 ഇൻറ്റു d² ആൻഡ് ASB എന്ന് വെച്ചാൽ π/4 ഇൻറ്റു d². ഓക്കെ, എന്നിട്ട് നമുക്ക് ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം ആസ് യൂഷ്വൽ. ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ബെയറിംഗ് കപ്പാസിറ്റി ഇതുപോലെ 1 ബോൾട്ടിന് കാൽക്കുലേറ്റ് ചെയ്യുക. KB വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. E/3d0, P/3d0, FU/A
FU1. ഇതിൽ പിയും ഇയും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം എ വാല്യൂ. അതായത് 1.7 ടൈംസ് D0 അല്ലെങ്കിൽ 1.5 ടൈംസ് D0 ആണ് എൻഡ് ഡിസ്റ്റൻസ് വാല്യൂ. ആൻഡ് പി എന്ന് വെച്ചാൽ പിച്ച്, വിച്ച് ഇസ് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ബോൾട്ട്. ഓക്കെ, സോ KB കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 2.5 ഇൻറ്റു 0.507 KB കിട്ടും. പിന്നെ 20 ഡയമീറ്റർ ആൻഡ് 8 തിക്നെസ്. അപ്പോൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ പ്ലേറ്റും ഉണ്ട്, ബോൾട്ട് ഗസറ്റ് പ്ലേറ്റും ഉണ്ട്, അതുപോലെ ആംഗിളും ഉണ്ട്. അപ്പോൾ ആംഗിളിൻ്റെ തിക്നെസ് എത്രയാണ് നമുക്ക് കിട്ടിയ 8 ആണ്. അപ്പോൾ ഗസറ്റ് പ്ലേറ്റിന് നിങ്ങൾക്ക് ആ 8 തിക്നെസ് കൊടുക്കാം, അല്ലെങ്കിൽ 8നേക്കാളും കൂടിയൊരു വാല്യൂ കൊടുക്കാം. കാരണം നമ്മൾ ആംഗിൾ ഗസറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗസറ്റിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ മിനിമം ഗസറ്റിന് 8 എങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ 10 mm എന്ന് ഗസറ്റ് പ്ലേറ്റിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മിനിമം എന്തുമായിരിക്കും? മിനിമം തിക്നെസ് എന്ന് പറഞ്ഞാൽ അത് ആംഗിൾ സെക്ഷൻ്റെ തിക്നെസ് തന്നെയായിരിക്കും. സോ 8. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ബെയറിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ബെയറിംഗ് സ്ട്രെങ്ത്തിനും ഷിയർ സ്ട്രെങ്ത്തിനെയും ലോവസ്റ്റ് വാല്യൂ എടുക്കുക. ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ദിസ് ലോവസ്റ്റ് വാല്യൂ വിൽ ഗീവ് യു ദ നമ്പർ ഓഫ് ബോൾട്ട്. അപ്പോൾ നമ്പർ ഓഫ് ബോൾട്ട് കിട്ടുന്നത് 6 ബോൾട്ട് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 ബോൾട്ട് നമ്മൾ എങ്ങനെ കൊടുക്കും? ഇത് ആംഗിൾ സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആംഗിൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന് ഇങ്ങനെയാണ് ഇവിടെ ആംഗിൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചും എടുക്കാം കേട്ടോ. അതായത് ഈ എല്ല് ഇങ്ങനെ താഴെ വരുന്നത്, ഇങ്ങനെ ഈ രീതിയിലും എടുക്കാം, നോ ഇഷ്യൂസ്. ഈ രീതിയിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഇത് എങ്ങനെ വരക്കും? നമ്മൾ പ്ലേറ്റ് വരക്കുമ്പോൾ ഇങ്ങനെ വരക്കും. ഓക്കെ, ഈ ടോ ഭാഗമാണ് ഇത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ 6 ബോൾട്ട് മാർക്ക് ചെയ്യുക. സോ 6 ബോൾട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് എഡ്ജ് ഡിസ്റ്റൻസ് അസ്യൂം ചെയ്തായിരുന്നു, അതുപോലെ പിച്ച് വാല്യൂ അസ്യൂം ചെയ്തു, അതനുസരിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഗേജ് ഡിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, G ഡിസ്റ്റൻസ്. ഓക്കെ, അത് എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും വരക്കുമ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ചെക്ക്. അപ്പോൾ ഈ ടെൻഷൻ മെമ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന സ്റ്റെപ്സ് ആണ്. അതായത് നമ്മൾ ചെയ്ത ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഗ്രോസ് സെക്ഷൻ ചെക്ക് ചെയ്യണം, അതുപോലെ റപ്ചർ ചെക്ക് ചെയ്യണം, ബ്ലോക്ക് ഷിയറും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത്തിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ്, പക്ഷെ നമുക്കൊരു വാല്യൂ കിട്ടും അല്ലേ? ഇപ്പോൾ ഗ്രോസ് ഈൽഡിങ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, അതായത് ഒരു സ്ട്രെങ്ത് വാല്യൂ കിട്ടും. അപ്പോൾ ആ സ്ട്രെങ്ത് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ലോഡിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കണം, എങ്കിലാണ് സേഫ്. അതേപോലെ റപ്ചറിൻ്റെ വാല്യൂവും ഗ്രേറ്റർ ആയിരിക്കണം. ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദി ഫാക്ടേർഡ് ലോഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് സേഫ് ആകുന്നത്, ഇല്ലെങ്കിൽ സേഫ് അല്ല. സോ സേഫ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെക്ഷൻ മാറ്റി ഇവിടെ വേറൊരു സെക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ കേസസ് വരാം. നിങ്ങൾ ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ റോങ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യേണ്ടത്? അതായത് ചെക്ക് ഫെയിലായിട്ട് വരാം, അല്ലെങ്കിൽ സേഫ് അല്ലാതെ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ആംഗിൾ കൂട്ടിക്കൊടുക്കുക. അതായത് 75 എന്നുള്ളത് 100 അല്ലെങ്കിൽ 75/75/8 എന്നുള്ളത് 10 എന്നോ 12 എന്നോ വല്ലതും എടുക്കുക. ഓക്കെ, അതായത് വേറെ ഒരു ഏരിയ കൂടുതൽ വരുന്നത്, ഈ 9.38നേക്കാളും ഹയർ ഏരിയ വരുന്നത് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ബെറ്റർ എങ്ങനെയാണ്? നമുക്കിപ്പോൾ 8.25 എന്നൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനേക്കാളും ഹയർ ആയിട്ട് അല്ല, അതായത് 8.25 ആണെങ്കിൽ ഈ 8ൽ തന്നെ തുടങ്ങുന്ന വാല്യൂ അല്ലാതെ 9ൽ തുടങ്ങുന്ന വാല്യൂ അല്ലെങ്കിൽ 10ൽ തുടങ്ങുന്ന വാല്യൂ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഫൈനലി സേഫ് ആയിട്ട് വരുന്നത്. സോ ഫൈനലി നമുക്ക് സേഫ് ആണ് എന്ന് ചെക്ക് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ TDG വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ഡ്യൂ ടു ഈൽഡിങ്. അതായത് നമ്മൾ പേജ് 32ലും 33ലും 34ലുള്ള ഇക്വേഷൻസ്. ഓക്കെ, TDG AG എന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത വാല്യൂ. ഓക്കെ, പ്രൊവൈഡഡ് വാല്യൂ, പ്രൊവൈഡഡ് ഏരിയ, അതായത് 9.38 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇത് 938 എന്നാക്കണേ, ഇൻറ്റു 250 ഇൻറ്റു 1.1, സോ 213 kN എന്ന് കിട്ടും. അപ്പോൾ ഇത് ഒരു ആംഗിളിൻ്റെയാണ് ഈ 213. നമുക്ക് എത്ര ആംഗിൾസാണ് ഉള്ളത്? 2 ആംഗിൾസാണ് ഉള്ളത്. സോ ഇൻറ്റു 2 ഇത് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം
നമ്മൾ ഒരു ആംഗിളിൻ്റെ സ്ട്രെങ്ത് ആണ്, ഏരിയയാണ് ഈ 938 എന്ന് വെച്ചാൽ. അപ്പോൾ 2 എന്ന് വെച്ചാൽ എന്ത് വരും? 2 ടൈംസ് വരും. ഓക്കെ, സോ എപ്പോഴും സിംഗിൾ ആംഗിളിൻ്റെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 426 എന്ന് കിട്ടിയപ്പോൾ തന്നിരിക്കുന്ന ഫാക്ടേർഡ് ലോഡിനേക്കാളും ഗ്രേറ്റർ ആണ്, ഹെൻസ് സേഫ്. ഓക്കെ, അതേപോലെ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. അപ്പോൾ റപ്ചറിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, ആംഗിൾ സെക്ഷനാണ്. അപ്പോൾ ആംഗിൾ സെക്ഷൻ്റെ ഇക്വേഷൻ എടുക്കുക. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ANC വേണം, AG0 വേണം, ബീറ്റ വേണം. ANC എന്ന് വെച്ചാൽ എന്താ? കണക്റ്റഡ് ലെഗിൻ്റെ നെറ്റ് ഏരിയ. അതായത് ഇതാണ് കണക്റ്റഡ് ലെഗ്. കണക്റ്റഡ് ലെഗിൻ്റെ നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ മൈനസ് ചെയ്തേണ്ടി വരും? ബോൾട്ട്. അപ്പോൾ ഇവിടെ ഒരു ഡയമീറ്റർ മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് ഡയമീറ്റർ ഓഫ് ഹോൾ ഡയമീറ്റർ മൈനസ് ചെയ്യണം. അതേപോലെ ഈ തിക്നെസ്സിൻ്റെ ഹാഫും മൈനസ് ചെയ്യണം, അതായത് 8/2. സോ 75 മൈനസ് 22 മൈനസ് 8/2. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? തിക്നെസ് ഓഫ് ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷൻ്റെ തിക്നെസ് 8 ആണ്, 8 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ANC വാല്യൂ കിട്ടും. ഇനി AG0 എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ. ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് 50 ആണ്. സോ 50യിൽ നിന്ന് പക്ഷേ എന്തും കൂടെ മൈനസ് ചെയ്യണം? തിക്നെസ്സിൻ്റെ ഹാഫ് മൈനസ് ചെയ്യണം. ഓക്കെ, സോ 50 മൈനസ് തിക്നെസ് ബൈ 2 ഇൻറ്റു തിക്നെസ്. സോ ANC കിട്ടും, AG0 കിട്ടും. ഇനി ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യണം. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ അൺനോൺസ് ഉണ്ട്. W, BS, LC. ഓക്കെ, W എന്ന് വെച്ചാൽ എന്താ? വിഡ്ത്ത് ഓഫ് ഔട്ട്സ്റ്റാൻഡ് ലെഗ്, അതായത് 50. അതാണ് W ഇസ് 50, വിഡ്ത്ത് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്. ഇനി BS ആണ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആകുന്നത്. BS എന്ന് വെച്ചാൽ നോക്കുക, BS ഇസ് ഈക്വൽ ടു ബോൾട്ടഡ് കണക്ഷനിലാണെങ്കിൽ W പ്ലസ് W1 മൈനസ് WT. ഓക്കെ, സോ അതായത് ഈ ലെങ്ത്തും അതിൻ്റെ കൂടെ ഈ ലെങ്ത്തും, അതായത് ഇവിടെ ഈ ടോയിൽ നിന്ന് ഇവിടം വരെ നമുക്ക് ബോൾട്ട് വരെയുള്ള ലെങ്ത്താണ് എടുക്കേണ്ടത്. ബോൾട്ടിൻ്റെ ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത്താണ് എടുക്കേണ്ടത്. അതായത് W പ്ലസ് W1 മൈനസ് ഈ തിക്നെസ് ബൈ 2 മൈനസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ W1 എന്താ? W1 എന്ന് വെച്ചാൽ ഗേജ് ഡിസ്റ്റൻസ് തന്നെയാണ് W1. ഈ W1 നമുക്ക് എങ്ങനെ കിട്ടും? ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് എൻഡ് ഡിസ്റ്റൻസ് അല്ലേ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആംഗിൾ സെക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോൾട്ട് ഉണ്ടെങ്കിൽ ഈ ടോ തുടങ്ങി ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ളത് ഗേജ് ഡിസ്റ്റൻസും അതേപോലെ ഇത് തുടങ്ങി ഇവിടം വരെയുള്ളത് എൻഡ് ഡിസ്റ്റൻസും ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് അറിയാം. ടോട്ടൽ ലെങ്ത് 75 ആണ്. അപ്പോൾ 75ൽ നിന്ന് എൻഡ് ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ എൻഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 40 ആയിരുന്നു എൻഡ് ഡിസ്റ്റൻസ് കിട്ടുന്നത് അല്ലേ? സോ 75ൽ നിന്ന് 40 മൈനസ് ചെയ്യുമ്പോൾ 35 കിട്ടും. അതാണ് ഗേജ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 50 പ്ലസ് 35 മൈനസ് 8, അതാണ് BS വാല്യൂ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അതായത് W50 ദെൻ W1 എന്ന് വെച്ചാൽ ടോട്ടലിൽ നിന്ന് 75ൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ഇതെന്ന് വെച്ചാൽ എത്രയാണ്? 40. നമുക്ക് 37 പോയിൻറ്റ് സംതിങ് ആയിരുന്നു കിട്ടിയത്, അത് 40 എന്ന് റൗണ്ട് ചെയ്തായിരുന്നു. സോ 75 മൈനസ് 40 35 ആണ് ഈ ഗേജ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ടോട്ടൽ BS എന്ത് വരും? 50, അതായത് ഇത് പ്ലസ് W1 പ്ലസ് 35 മൈനസ് തിക്നെസ് ബൈ 2. തിക്നെസ് എത്രയായിരുന്നു? 8. സോറി, മൈനസ് തിക്നെസ്, അതായത് മൈനസ് 8. ഓക്കെ, ക്ലിയർ അല്ലേ? അഗെയിൻ LC എന്ന് വെച്ചാൽ എന്താ? ഈ ഫസ്റ്റ് ബോൾട്ട് തുടങ്ങി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് 50 ഇൻറ്റു 4. സോ 50 ഇൻറ്റു 5. ഓക്കെ, 50 ഇൻറ്റു 5 ആണ് LC. ഓക്കെ, സോ എല്ലാ വാല്യൂസും കിട്ടി. ഇനി ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ബീറ്റ വാല്യൂ ഈ FU ഗാമ M0 ബൈ FY ഗാമ M1 ലെസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, ദെൻ ഫൈൻ TDB. സോ TDB വാല്യൂ നമുക്ക് കിട്ടും. ഇത് സിംഗിൾ ആംഗിളിൻ്റെ വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ ആംഗിളിൻ്റെ കിട്ടും. ഓക്കെ, സോ ഡബിൾ ആംഗിളിൻ്റെ വാല്യൂ കിട്ടുന്നത് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഫാക്ടേർഡ് ലോഡ് വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്. ബ്ലോക്ക് ഷിയർ സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈ ഇക്വേഷനിൽ ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്?
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം അല്ലേ, ഇങ്ങനെയാണ് ഇത് ടോ, അതായത് ഇങ്ങനെയാണ് ആംഗിളിൻ്റെ അല്ലേ ടോ പോർഷനാണ് ഇതെന്ന് വെച്ചാൽ ആംഗിളിൻ്റെ ടോ പോർഷനാണ്. അപ്പോൾ ടോ പോർഷനിൽ ഒരിക്കലും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകത്തില്ല. എപ്പോഴും ബ്രേക്ക് ചെയ്ത് പോകുന്ന ഏത് പോർഷനിലൂടെ ആയിരിക്കും? ഈ പോർഷനിലൂടെ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഷിയർ. ഇത് ഷിയറും ഇത് ടെൻഷനും. നിങ്ങൾ ഇത് ഷിയർ എന്നും പറഞ്ഞ് എടുക്കേണ്ട ഏതൊക്കെയാണ്? അപ്പോൾ ഒരു ഷിയർ പ്ലെയിനും ഒരു ടെൻഷൻ പ്ലെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷിയർ പ്ലെയിൻ്റെ ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ഷിയർ പ്ലെയിൻ്റെ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ടെൻഷൻ്റെയും ഗ്രോസും നെറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യും? സോ ഷിയറിൻ്റെ നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ വരും. ഓക്കെ, അതായത് 40 ആണ് എൻ്റെ ഡിസ്റ്റൻസ്, പിന്നെ 5 × 50 250. സോ 40 + 250 290. ഈ 290 ആയിരിക്കും ഗ്രോസ്. സോ 290 × 8. തിക്നെസ് ഓഫ് ആംഗിൾ സെക്ഷൻ 8 ആണ്. സോ 290 × 8. ഇനി നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? എത്ര ബോൾട്ട് മൈനസ് ചെയ്യണം? 1 2 3 4 5 5.5. ഇവിടെ ഒരു ഹാഫും വരുന്നുണ്ട്. സോ 5.5 × ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ മൈനസ് ചെയ്യുക. ഓക്കെ, × 8. അതേപോലെ ടെൻഷൻ ഗ്രോസ് ഏരിയ ഡ്യൂ ടു ടെൻഷൻ. ഇപ്പോൾ ടെൻഷൻ്റെ പാർട്ട് എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പോൾ ഗ്രോസ് ഏരിയ എന്ന് വെച്ചാൽ 40 വരും. 40 × 8 എന്ന് എടുക്കണം. ഇനി നെറ്റ് ഏരിയ എന്ന് വെച്ചാലോ 40ൽ നിന്ന് ഒരു ഹാഫ് ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഹോൾ മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് 40 - 22/2 × 8. സോ വാല്യൂസ് ഒക്കെ കിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ടി ഡി ബി വാല്യൂ സിംഗിളിൻ്റെ ആണ് കിട്ടിയത്. × 2 ചെയ്യുമ്പോൾ ഡബിൾ ആംഗിളിൻ്റെ കിട്ടും. ഓക്കെ, സോ ഡബിൾ ആംഗിളിൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 375. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. 2 ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, അതേപോലെ ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഓഫ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു yielding, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ആൻഡ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. സോ ഇത് മൂന്നും 32, 33, 34 പേജസിൽ ഉണ്ട് IS 800ൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോന്നിൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂഷൻസ് അത് നിങ്ങൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ കിട്ടില്ല. ഓക്കെ, അത് ചെയ്യുക. അതേപോലെ ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ടെൻഷൻ മെമ്പറിൽ ടോട്ടൽ എത്ര ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഏരിയ വേണം എന്ന് നോക്കുക. ഇപ്പോൾ ഡബിൾ ആംഗിൾ ഇപ്പോൾ സിംഗിൾ ആംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടോട്ടൽ ഏരിയ വെച്ച് തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഡബിൾ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ആദ്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ഡബിൾ ആംഗിളിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും. അപ്പോൾ അതിന് ഒരു സിംഗിൾ ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് വരും. ഓക്കെ, സോ ആ ഹാഫ് ഏരിയ വെച്ചിട്ടുള്ള കറസ്പോണ്ടിങ് സെക്ഷൻ സ്റ്റീൽ ടേബിളിൽ നിന്ന് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ബോൾട്ട് ഡിസൈൻ ചെയ്യുക. എത്ര നമ്പർ ഓഫ് ബോൾട്ട് വേണമെന്ന് അറിയണം. ഓക്കെ, ദെൻ ഫൈനലി ചെക്ക് ചെയ്യുക. 3 ചെക്കും ചെയ്യണം. 3 ചെക്കും ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദി ഫാക്ടേഡ് ലോഡ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.